വീഡിയോ ഒരു കുക്കർ ക്ലീനിങ് വീഡിയോ ആണ്. ഇതിപ്പോൾ നല്ല പഴയ ഒരു കുക്കറാണ് ഇവിടെ ഇരുന്നത്. അപ്പോൾ ഈ കുക്കറിന് നമുക്ക് എങ്ങനെ പുതിയൊരു കുക്കറാക്കി എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുക്കറിൻ്റെ ക്ലീനിങ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഒരു സ്പൂണോ അല്ലെങ്കിൽ 1.5 സ്പൂൺ ബേക്കിംഗ് സോഡയാണ് അപ്പക്കാരം. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ കുക്കർ എത്രത്തോളം അഴുക്കുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ തന്നെ പിഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ നാരങ്ങ ഇല്ല. അപ്പം ഞാൻ ഈ നാരങ്ങയുടെ തൊണ്ട് നമ്മൾ പിഴിഞ്ഞതിന് ശേഷം വെച്ചേക്കൂലേ, അത് ഞാൻ 2 എണ്ണം ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനീഗർ ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നാരങ്ങയുടെ തൊണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വിനാഗിരി മാത്രം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കുറച്ച് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ അത് പതഞ്ഞ് വരും. ഇനിയിപ്പോൾ ഇതൊന്ന് പതഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വിമ്മിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ, ലിക്വിഡ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇത് മൂന്നൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം സാധാ പച്ചവെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അത്രത്തോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഏകദേശം ഇതിൽ നല്ല അഴുക്കുള്ളതുകൊണ്ട് ഞാനൊരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ വെള്ളം നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുന്നവരെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല പോലെ ഇത് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് തീ ഏറ്റവും സിമ്മിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഈ വെട്ടി തിളച്ച് വരുമ്പോൾ നല്ല പോലെ ഇത് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ കറക്റ്റായിട്ട് അത് വന്നിട്ടുണ്ട്. മതി, നമുക്കിനി ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് കുക്കർ നല്ല പോലെ അടയ്ക്കാം. നല്ല ചൂടാണ്, അപ്പോൾ എയർ അതിനകത്ത് നിന്നോളും. അപ്പോൾ നല്ല പോലെ നമുക്ക് അടച്ചങ്ങ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. ഇപ്പം ഞാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ആദ്യം വിസിലൂരി മാറ്റിയിട്ട് ഇത് നല്ല ചൂടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഈ വെള്ളം ഇതിൻ്റെ വെളി സൈഡിലെങ്ങും പറ്റിയിട്ടില്ലല്ലോ, അതായത് ഈ സൈഡിലെങ്ങും നല്ല അഴുക്കാണല്ലോ. അപ്പോൾ ഈ വെള്ളം നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കണം. അപ്പോൾ അത് നമുക്ക് സിങ്കിൻ്റെ അവിടെ കൊണ്ടുപോയി ചെയ്യാം. ഇതുപോലെ ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട് സിങ്കിൽ. എന്നിട്ട് ഈ ചൂടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി നമ്മൾ ഈ കുക്കർ ഇതിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ വെളി ഭാഗവും കൂടി കറക്റ്റായിട്ട് ഇതിന് ചൂട് കിട്ടണമല്ലോ, ബാക്ക് ഭാഗമൊക്കെ അഴുക്കുണ്ടല്ലോ, അതുകൊണ്ട് ഇറക്കി വയ്ക്കാം. കൂടെ നമുക്ക് ഈ വിസിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ അടപ്പിൻ്റെ വാഷർ നമുക്ക് എടുത്ത് മാറ്റാം. വാഷർ വേണ്ട ഇനി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഇറക്കി വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഇതിലേക്ക് കൂടി ഒഴിച്ച് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം. സൂക്ഷിക്കണം, വെള്ളം കയ്യിൽ വീഴാതെ തന്നെ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കണം. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒരു 5 മിനിറ്റ് കൂടെ ഇതിങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തണുത്ത് നമ്മുടെ കൈ കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കുന്ന ടൈമിൽ ആ ഒരു ചൂടാകുമ്പോൾ നമുക്കത് സ്ക്രബ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല ഒരുവിധം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഒരു പേസ്റ്റ് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു സ്പൂൺ മതി. ഇനി ഇതിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒരു സ്ക്രബ്ബർ കൊണ്ട് നല്ല പോലെ നമുക്ക് കഴുകിയെടുക്കാം. ഫസ്റ്റ് നമുക്ക്
കുക്കർ ആദ്യം നമുക്ക് കഴുകിയെടുക്കാം. നല്ല പോലെ ഇനി ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കട്ടെ. കണ്ടോ, ഇപ്പം തന്നെ ഒരുവിധം ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തേ ഉള്ളൂ. അപ്പം തന്നെ നല്ല പോലെ ക്ലീനായി വന്നിട്ടുണ്ട്. കണ്ടോ, അഴുക്ക് അഴുക്ക് എല്ലാം അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നമുക്കൊന്നും കൂടി ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം. അടപ്പം ഒരുവിധം നല്ല പോലെ ഇപ്പം നല്ല ചൂടിലിരിക്കുകയാണ്. ചെറിയൊരു ചൂടോട് കൂടി തേക്കുമ്പോഴാണ് നമുക്ക് നല്ല പോലെ ക്ലീനായി വരുന്നത്. അപ്പം നമുക്ക് ഈ അടപ്പിനെ ഒന്ന് തേച്ച് നോക്കാം. ഇത് നോക്കി, നമ്മളെ കുക്കറിൻ്റെ അടപ്പ് ഇത്ര നല്ല വെട്ടി തിളങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ അടപ്പൊക്കെ ഇരുന്നത്. അപ്പം ഇനിയും നമ്മൾ സ്ക്രബ്ബറിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇനിയും ക്ലീനായി വരും. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം ഇനി നമുക്കൊന്നും കൂടി ഇതിൻ്റെ പുറത്ത് കുറച്ചും കൂടി നമ്മുടെ ലിക്വിഡ് ബേക്കിംഗ് സോഡ ഇട്ട് ഒന്നും കൂടി ഒന്ന് പിടിച്ച് നോക്കാം. അടപ്പുണ്ടോ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒരഴുക്ക് പോലെ ഇല്ലാതെ നമ്മുടെ കുക്കറിൻ്റെ അടപ്പ് ക്ലീൻ ആയിട്ടുണ്ട്. വീട്ടിൽ നല്ല അഴുക്കാണ്. ഇപ്പം നോക്കിക്കോളൂ എങ്ങനെ ഇത് ക്ലീൻ ചെയ്ത് വരുമല്ലോ. കണ്ടോ വിസിൽ എത്ര ക്ലീനായി വന്നു. ഇതുപോലെയാണ് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. വിസിലൊക്കെ കട്ടെ അഴുക്കെല്ലാം പോയി. അതുപോലെയാണ് അടപ്പും ക്ലീനായി വന്നിട്ടുണ്ട് കുക്കറിൻ്റെ. ഇപ്പം നേരത്തെ കഴുകി വെച്ചേക്കായിരുന്നു. കണ്ടോ, ഇനി നമുക്ക് കുക്കറും കൂടി ഒന്ന് കഴുകിയെടുക്കാം. നല്ല പോലെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കുക്കറിൻ്റെ അകം കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയും ക്ലീൻ ആവുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. കാരണം ഞാൻ പഴയതായതുകൊണ്ട് ഇത് കളയാമെന്ന് വിചാരിച്ച് വെച്ചിരുന്ന കുക്കറാണ്. അപ്പോൾ നല്ല പോലെ ക്ലീനായി വന്നിട്ടുണ്ട്. കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് അഴുക്കായിട്ടിരുന്ന കുക്കറാണ്. അപ്പോൾ ആദ്യത്തെ ആ ഒരു ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ടേക്കാം, എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും. ഇത് ഞാൻ ആക്ച്വലി ഇത്രയും അഴുക്കായതുകൊണ്ട് ഇത് ഞാൻ കളയാമെന്ന് വിചാരിച്ചിരുന്ന കുക്കറാണ്. പക്ഷേ ഇപ്പോൾ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് ലൈക്കും ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെന്താണ്, നിങ്ങൾക്ക് ഉള്ള കമൻസൊക്കെ എന്നെ അറിയിക്കുക. പിന്നെ